ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിനി ഫിനിഷിംഗ് വർക്കിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്കിനി ഹെമ്മിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതിലുള്ള റോങ് സൈഡ് എടുത്തിടുവാണ്. കണ്ട ഇതേപോലെ റോങ് സൈഡ് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ആദ്യം നെക്കിൻ്റെ ഭാഗവും ആം റൗണ്ടിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു പാർട്ടെല്ലാം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെമ്മിങ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ നമ്മളൊരു ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ നിന്ന് വേണം നമ്മൾ ഹെമ്മിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് അതിന് മുമ്പായിട്ട് ഇതുപോലെ ഹുക്കിൻ്റെ ലൂപ്പും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ബാക്ക് സൈഡ് അല്ലേ, ബാക്ക് സൈഡ് നമുക്ക് ഹുക്ക് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ വലത് കൈ വരുന്ന ഭാഗത്ത് ഹുക്കും ഇടത് ഭാഗത്ത് നമുക്ക് ഹുക്കിൻ്റെ ലൂപ്പും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭാഗം തന്നെ എൻ്റെ അടുത്തൊന്ന് കാണിച്ചു തരാം. ആദ്യം എങ്ങനെയാണ് ബാക്ക് സൈഡ് ഹുക്കിൻ്റെ ലൂപ്പും വരിക എന്നുള്ളത് കണ്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഹുക്കിൻ്റെ ലൂപ്പും വെക്കാനായിട്ട് ഇവിടെ ഹെമ്മിങ് ചെയ്യാത്തുണ്ട്. ഇങ്ങനെ കിടക്കുന്ന ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നിൽക്കും. കണ്ടോ, ഇതാണ് ഹുക്കിൻ്റെ ലൂപ്പ്. ഇതാണ് ലൂപ്പ്. നമുക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നിൽക്കും. കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ. ഈ സൈഡിൽ ഹുക്ക് കംപ്ലീറ്റ് മറഞ്ഞ് നിൽക്കും. ഇങ്ങനെ ഹുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യമാണ് പഠിക്കുന്നത്, ഓപ്പണിങ്. ഹുക്കൊക്കെ നമുക്ക് വെക്കേണ്ടതുപോലെ നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ 2 മടങ്ങ് ത്രെഡ് ഇതുപോലെ എടുക്കുക. രണ്ടായിട്ട് ഇതുപോലെ മടക്കി ത്രെഡിനെ ഇടുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ സൂചിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 മടങ്ങ് കിട്ടും. 2 മടങ്ങിൽ ഓൾറെഡി ഇട്ടിട്ട് കോർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് 4 മടങ്ങ് ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നമുക്ക് സ്ട്രോങ് ആയിട്ട് ഹുക്കിരിക്കും. എന്നിട്ട് ഈ ഒരു എഡ്ജിൽ ഇതേപോലെ എഡ്ജിൽ ഇതേപോലെ നമ്മുടെ ഈ വിരലിലേക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് ചുറ്റുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിയിട്ട് ഈ ബാലൻസ് കിടക്കുന്നില്ല നൂല്, അതിനെ ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പിരിച്ചാൽ മതി. പിരിച്ച് കൈയുടെ വെള്ളിലോട്ടൊക്കെ ഇറക്കി കഴിയുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുക. എന്നിട്ട് ഇതിനെ വലിച്ചു കഴിയുമ്പോൾ അറ്റത്തൊരു കെട്ട് വീഴും. കണ്ടോ, ഇതേപോലെ ഇട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഞാൻ ഹുക്കാണ് വെക്കുന്നത്. ഹുക്ക് ഈ സൈഡിൽ വെക്കുന്നത്, ഈ സൈഡിലാണ് ഹുക്ക് വെക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലിട്ട് കണ്ടോ, ഇവിടെ ആയിട്ട് ഇതേപോലെ കണ്ടോ ഇങ്ങനെ ഹുക്ക് ഇരിക്കണം. കണ്ടോ, ഇങ്ങനെ ഹുക്ക് ഇരിക്കണം. അപ്പോൾ ആദ്യം ആ ഹുക്ക് വരുന്നിടത്ത് ജസ്റ്റ് ഞാനിങ്ങനെ സൂചി കുത്തി ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചും കണ്ടോ ഇതേപോലെ ഹുക്ക് വെച്ചു. എന്നിട്ട് ആ ഹുക്കിനൊരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൽ ഇതേപോലെ ഹോളിൽ കൂടി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുത്തു. വളരെ സിമ്പിളാണിത്. നിങ്ങൾക്ക് ഇതിലും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാൻ തരും. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ഇങ്ങനെ കോരി തേച്ച് കൊടുക്കുക. ഇത് ലൈനിങ് ഉള്ളതുകൊണ്ട് ഇപ്പുറത്ത് തയ്യൽ വരാത്ത രീതിയിൽ നമ്മുടെ ഈ ലൈനിങ്ങെ മാത്രമായിട്ട് കൊള്ളിച്ച് തയ്ച്ചു പോകണം. കണ്ടോ, ഇതേപോലെ അത് ഈ സൈഡ് 2 പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ കണ്ടോ 2 പ്രാവശ്യം ഇതേപോലെ ഒന്ന് കുത്തി ഇതുപോലെ ഇങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോളിൽ കൂടെ തന്നെ 3 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചുറ്റി ഇതുപോലെ ഇങ്ങനെ എടുക്കുക. കണ്ടോ, ലൈനിങ്ങെ കൊള്ളാത്ത രീതി ഇതിൽ മാത്രമായിട്ട് കൊള്ളിച്ചാൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പുറത്ത് ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിൽ ഇതുപോലെ 3 പ്രാവശ്യം നമുക്ക് എത്രയും നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും കൊടുക്കുക. ഇതിപ്പോൾ 2ആയിട്ട് നൂല് മടക്കിയിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് 4 മടങ്ങ് നൂലുണ്ടല്ലോ, അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. കണ്ടോ, ഇതേപോലെ നമ്മൾ 3 പ്രാവശ്യം ഇതേപോലെ ഇങ്ങനെ ഒന്ന് വലിഞ്ഞു കൊടുത്തേച്ചും ഇനി നമ്മൾ വേണ്ടത് ഇതിൻ്റെ ഇടയിലൂടെ ജസ്റ്റ് നേരെ ഈ ബാക്കിലോട്ട് ഇതിൻ്റെ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കുളത്തിൻ്റെ തലഭാഗം ഉണ്ടല്ലോ വളഞ്ഞിട്ട് അതിൽ വഴി ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ ഒന്ന് ചുറ്റി ഒരു തവണയും കൂടെ ഒന്ന് ചുറ്റുക. അല്ലെങ്കിൽ ഇതിങ്ങനെ എപ്പോഴും ഇളകി പോരും. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് അവിടെ ആയിട്ടൊന്ന് ബലം കൊടുക്കും. എന്നിട്ട് 2 തവണ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ 2 തവണ ചുറ്റി ഇങ്ങനെ ഒരു ഹോള് പോലെ വരുത്തി അതിനകത്തൂടെ ഇങ്ങനെ നീഡലൊന്ന് വലിച്ചു കൊടുത്ത് അവിടെ ഒരു കെട്ട് പോലെ വീഴും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഈ നൂലിനെ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിങ്ങനെ ബലമായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഇതിങ്ങനെ വിട്ടുപോരുമൊന്നും ചെയ്യത്തില്ല. കണ്ടോ, ഈ സൈഡ് തയ്യലും വീഴത്തില്ല. കണ്ടോ, ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇട്ട് ഇത് നമ്മൾ ആദ്യം ഇട്ട കെട്ടാണ്, അതങ്ങനെ കിടന്നോട്ടോ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ കൊളുത്ത് വെച്ച് ഇനി നമുക്ക് കൊടുക്കാനായിട്ടുള്ള ലൂപ്പിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കണം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ നമുക്ക് കൊളുത്തുണ്ട്, ഇങ്ങനെയല്ലേ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു ലൂപ്പ് നമുക്ക് വെക്കണം. ലൂപ്പ് ഇച്ചിരി ഇങ്ങോട്ടേക്ക് തെള്ളി നിൽക്കണം, എന്നല്ല ഇത് ഇങ്ങനെ ഇടാനായിട്ട് പറ്റുള്ളൂ. ശകലം തെള്ളി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തേച്ചും കണ്ടോ ഇവിടെ നമുക്ക് എഡ്ജിലൊരു കെട്ടിടാം. ഇനി കെട്ടിട്ടിട്ട് നിങ്ങൾക്ക് ഇനി ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. എഡ്ജ് കെട്ടിട്ട് ഈ കെട്ട് മേളി വരാത്ത രീതിയിൽ ഇത് ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഈ ഒരു ഫേസിങ് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഫേസിങ്ങിൻ്റെ അടിയിലൂടെ സൂചി കുത്തി ഇങ്ങനെ എടുക്കുക. കണ്ടോ, അടിയിലൂടെ സൂചി കുത്തി ഇങ്ങോട്ടേക്ക് എടുത്ത് അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ആ ഒരു കെട്ട് ഉള്ളിലാകും. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ലൈനിങ് ഒക്കെ ഫേസിങ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതേ കൂടി ഇങ്ങോട്ടേക്ക് വെച്ചു. കണ്ടോ, വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒട്ടും തയ്യലത്ത് ഒരു ശകലം ഒന്ന് വെളിയിൽ ഇങ്ങനെ ഒന്ന് കാണണേ, ആ രീതിയിൽ വേണം വെക്കാൻ. എന്നിട്ട് ഇതേപോലെ കണ്ടോ ഇപ്പുറത്ത് തയ്യൽ വീഴാത്ത ജസ്റ്റ് ഈ ഒരു ഫേസിങ്ങെ മാത്രം ഇതുപോലെ ഇങ്ങനെ കണ്ടോ 2 തവണ ഇപ്പുറത്ത് വിട്ടു, 2 തവണ 2 3 പ്രാവശ്യം ഇടാം. അപ്പോൾ അത്രയും നമുക്ക് ബലം കിട്ടും. 3 പ്രാവശ്യം ഇപ്പുറത്തേക്ക് ഇതേപോലെ കണ്ടോ ഇതേപോലെ
കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഹുക്ക് പിടിപ്പിക്കുന്നത്. കണ്ടോ, രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക. കണ്ടോ, ഇത് സ്ട്രോങ് ആയിട്ട് ഇപ്പം നിന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റിലത്തെ വരുമ്പോൾ ഈ ഒരു ത്രെഡ് കണ്ടോ ഈ ഒരു ലൂപ്പിനുള്ളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നല്ല ബലമായിട്ടത് നിന്നോളും. കണ്ടോ, ഇതേപോലെ ഇട്ട് അപ്പോൾ അത് ലോക്കായി. പിന്നെ അത് ഇനി വിട്ട് പോരത്തില്ല. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലത്തെ ത്രെഡിനെ ജസ്റ്റ് സൂചി ഇങ്ങനെ കുത്തി ലോങ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് വലിച്ചെടുത്താൽ ഈ തയ്യൽ തുമ്പ് ഉള്ളിൽ നിന്നോളൂ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഡ്ജ് ചേർത്ത് കട്ട് ചെയ്താൽ നിന്നോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. കണ്ടോ, എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്ത് കണ്ടോ കറക്റ്റായിട്ട് നിന്നത് കണ്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്യാനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഇതിനെ റോങ് സൈഡ് എടുത്ത് വേണം നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു ആം റൗണ്ട് ചെയ്യണം, നെക്കിൻ്റെ ഈ ഒരു പാർട്ടും ചെയ്യണം. നമുക്കിനി ആം റൗണ്ട് തന്നെ ആദ്യം തുടങ്ങിയേക്കാം. എവിടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മളിനി സ്റ്റിച്ച് ചെയ്യണം. ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നൂല് ഇതേപോലെ ഒറ്റ നൂല് ഇതുപോലെ കോർത്തിട്ടുണ്ട്. ഒറ്റ നൂല് കോർത്തിട്ട് ഇതേപോലെ എഡ്ജിൽ കെട്ടിട്ട് കൊടുക്കും. ചിലർ ഒറ്റ ത്രെഡ് മാത്രം ഇങ്ങനെ ഒരു ത്രെഡ് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് ചെയ്യും, ഒരെഡ്ജ് കെട്ടാതെ. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ 2 ത്രെഡ് ഇട്ട് ചെയ്യത്തുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മുടെ ഇത് ഹെമ്മിങ് ചെയ്യുന്നത് വിട്ടുപോരുന്നത്, അധികം നാൾ നിൽക്കത്തില്ല. അപ്പോൾ 2 നൂല് ഇതുപോലെ കോർത്തിട്ട് എഡ്ജ് ഇതുപോലെ കെട്ടി കണ്ടോ, ഒരു നൂല് കയറ്റി കറക്റ്റ് ഈവനായിട്ട് എഡ്ജിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കെട്ടിട്ടു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ആം റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അകഭാഗത്ത് ഇതുപോലെ ആദ്യം ഒന്നും എടുത്തു കണ്ടോ. എന്നിട്ട് ഇതേപോലെ കണ്ടോ ചെറിയ നമ്മുടെ മെയിൻ പാർട്ടിൽ കൊള്ളാതെ ലൈനിങ്ങെ മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്ത് കണ്ടോ, ഇങ്ങനെ ഒന്ന് കുത്തി ഇതേപോലെ എടുത്തു. എന്നിട്ട് നമ്മളൊരു 4 ഇഞ്ച് ഗ്യാപ്പിൽ, മാക്സിമം 1/2 ഇഞ്ച് ഗ്യാപ്പ് എടുക്കാം. 4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ കുത്തി ഇങ്ങനെ കോരി തയ്യൽ എന്നൊക്കെ പറയും, എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കണ്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ആം റൗണ്ട് ഇതേപോലെ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് നോക്കിക്കേ, തയ്യലൊന്നും കാണത്തില്ല. ഇപ്പം ലൈനിങ് ഉള്ളതുകൊണ്ടാണ് തയ്യൽ കാണാത്ത. ലൈനിങ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ തയ്യൽ കണ്ടേനെ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കണ്ടോ, നല്ല വശത്ത് കൊള്ളിക്കാതെ ലൈനിങ്ങെ മാത്രം കൊള്ളിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ആം റൗണ്ടൊക്കെ ഫിനിഷ് ചെയ്യുന്നതാണ് നമുക്ക് നല്ല വൃത്തിയായിട്ടിരിക്കുക. അപ്പോൾ അകത്ത് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് കാണുന്നെങ്കിൽ അതിനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഹെമ്മിങ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ കണ്ടോ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇച്ചിരി എന്തെങ്കിലും ലൂസ് പോലെ നിൽക്കുന്നിടമുണ്ടെങ്കിൽ രണ്ട് തവണ ഇങ്ങനെ ഒന്ന് കോരി തയ്ച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ നമ്മൾ കണ്ടോ ആ കയറ് വരുന്നതിനെ അനുസരിച്ച് നമ്മൾ അതിനെ മടക്കി വെച്ച് ഇതുപോലെ ചെയ്തു പോകണം. കണ്ടോ, ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളും ഇതേപോലെ ഹെമ്മിങ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ആം റൗണ്ട് ഫുള്ളും ചെയ്ത് വരുന്നത് പോലെ എല്ലാ ഭാഗവും നമ്മൾ ഇതേ രീതിയിലാണ് ഹെമ്മിങ് ചെയ്യേണ്ടത്. കണ്ടോ, ആം റൗണ്ട് നമ്മൾ ഇതേപോലെ ചെയ്തത് കണ്ടോ. ഇതേപോലെ നെക്കിൻ്റെ പാർട്ടും എല്ലാം നമ്മൾ ഈ രീതിയിൽ തന്നെ ഹെമ്മിങ് ചെയ്തെടുക്കണം. മെഷീനിൽ തയ്ച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇത്രയും ഭംഗി കിട്ടത്തില്ല. ലാസ്റ്റിൽ തയ്ച്ച് തീരുന്ന ആ ലെവൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റിൽ ഇങ്ങനെ കോരി തയ്ച്ചിട്ട് ഒരു തവണ കൂടെ ആ ചെയ്തെടുത്ത് തന്നെ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് എടുത്തേച്ച് ഇങ്ങനെ കണ്ട് ഇതിനുള്ളിലേക്ക് ഇതേപോലെ ഇട്ടൊന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് 1-2 പ്രാവശ്യം ഈ ഒരു കാര്യം ചെയ്യുക. അപ്പം നമുക്കവിടെ ലോക്കിംഗ് പോലെ വരും. ലാസ്റ്റ് ത്രെഡിനെ ഉള്ളിലേക്ക് എവിടെയോട്ടേലും ഈ ഒരു നീഡിൽ കുത്തി ഇറക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ആ നൂലിങ്ങനെ വാല് പോലെ കിടക്കത്തില്ല, എല്ലാം അറിയാലും വലിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ പോരും. നല്ല വശം കണ്ട ഇതേപോലെ ഇരിക്കും, സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടെന്നേ അറിയുകയില്ല. അപ്പോൾ നമ്മൾ ആം റൗണ്ടൊക്കെ ഫിനിഷ് ചെയ്ത് നമുക്ക് നെക്കിനെയും ചെയ്യാം. നെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഷോൾഡറിൻ്റെ ഏതെങ്കിലും സെൻറ്ററിയും തുടങ്ങുക, ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇപ്പോൾ ആം റൗണ്ട് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ കണ്ടോ ഇതുപോലെ കുത്തി എടുത്തിട്ട് കണ്ടോ ആദ്യത്തെ ഒന്ന് ഇതുപോലെ കുത്തി ഇങ്ങനെ ഒന്ന് എടുക്കുക. കണ്ടോ, എന്നിട്ട് നമ്മളൊരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ കണ്ടോ
മെയിൻ ഫാബ്രിക്കിലേക്ക് കൊള്ളാത്ത രീതിയിൽ ലൈനിങ്ങിൽ മാത്രം കൊള്ളിച്ച് കണ്ടോ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. കണ്ടോ ഒരുപാട് ദൂരം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട, ഒരു ശകലം സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഈ ലൂപ്പ് പോലെ കിടക്കുന്നില്ല അതിനകത്തോട്ട് ഇട്ട് ഒന്ന് കോർത്തൊന്ന് എടുക്കണം. അപ്പോൾ ഒന്ന് അവിടെ ഒന്ന് കെട്ട് വീഴും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പൊട്ടിയാലും കുഴപ്പമില്ല. കണ്ടോ ഈ രീതിയിൽ ഇച്ചിരി കുറച്ച് 2-3 സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ടും വേണമെങ്കിൽ ചെയ്ത് പോകാം. കണ്ടോ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കെട്ടിടുക. ഇതേപോലെ വന്നിട്ട് കണ്ടോ ഇതേപോലെ കണ്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു കെട്ട് ഇടയ്ക്കൊന്ന് ഇടുക. കംപ്ലീറ്റ് തീരാതെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് പോകാം. കേട്ടോ ഇതുപോലെ നമ്മൾ മൊത്തം ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇത് ഹെമ്മിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കോരി തയ്ച്ച് പോകണം. കണ്ടോ എന്നിട്ട് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നിടത്ത് ഇതേപോലെ 2 തവണ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് കണ്ടോ ഇങ്ങനെ വരത്തില്ല, അതിനകത്തോട്ട് നീഡിൽ ഇതുപോലെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ട് വീഴും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹെമ്മിങ് എല്ലാം ചെയ്ത് കൊടുത്തു. കണ്ടോ ഫ്രണ്ട് എല്ലാ പോർഷനും നമ്മൾ ഹെമ്മിങ് എല്ലാം ചെയ്ത് കൊടുത്തു. ഹെമ്മിങ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി ഇത് തിരിച്ചിട്ടിട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ഈ ഓൾറെഡി നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് മനോഹരമാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട് പാർട്ടൊക്കെ ഒന്ന് മനോഹരമാക്കാനായിട്ട് ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഫ്ലവർ ലേസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നമ്മുടെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുക. ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വെച്ചോ, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ വെച്ചോ, അല്ലെങ്കിൽ ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ വെച്ചോ. അപ്പോൾ നിങ്ങളുടേതായിട്ടൊരു ഐഡിയയിൽ എങ്ങനെ അതിനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളത് നോക്കുക. ഇത് നമുക്ക് ത്രെഡ് ഹൗസിലൊക്കെ ഇങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും പല ഷേപ്പിൽ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കൂടാതെ നമുക്കൊരു ഇതുണ്ട് സ്റ്റോണും കൂടെ ഉണ്ട്. ജസ്റ്റ് അതുകൂടെ ഒക്കെ വെച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ 3 എണ്ണം ഇതേപോലെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഒന്ന് തയ്ച്ച് കാണിക്കാം. ഇത് ഓൾറെഡി ഇങ്ങനെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് ഇളകി വിട്ട് പോരുന്നു. അപ്പോൾ നമുക്ക് ഇളകിപ്പോയാലും നമുക്കതിനെ ഒട്ടിച്ച് വെക്കാം. ജസ്റ്റ് ഗം വെച്ചിട്ടോ അല്ലെങ്കിൽ തയ്ച്ച് പിടിപ്പിച്ചോ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ 3 എണ്ണം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്ലവർ ലേസ് ഉണ്ടല്ലോ അതിൻ്റെ കളറിൽ നമ്മൾ ത്രെഡ് ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതെ ഫസ്റ്റ് ഒരെണ്ണം നമ്മൾ ഇവിടെ ആയിട്ട് ഇത് പ്ലേസ് ചെയ്യുവാണ്. കണ്ടോ ഇതൊരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. നിങ്ങളുടെ ഉള്ള എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇതേപോലെ ഒരെണ്ണം വെച്ചു. അടുത്തത് ഈ 2 ലെവലിൽ ഇങ്ങനെ നമുക്ക് വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ നമുക്കങ്ങ് ഫിക്സ് ചെയ്യാം. നല്ല വശത്തും തന്നെ ഇതുപോലെ കുത്തിങ്ങി എടുത്തു. കണ്ടോ ഇങ്ങനൊന്ന് എടുത്തു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണോ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾ തയ്ച്ചെടുക്കുക. തയ്യൽത്തും ഇവിടെ വന്നോട്ടെ കുഴപ്പമില്ല. കാരണം നമുക്കത് ആ സ്റ്റോൺ വെച്ച് കഴിയുമ്പോൾ അത് ഉള്ളിലായിക്കോളുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് ചെയ്തെടുത്തത്. കണ്ടോ ഇതേപോലെ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിന് ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിലൂടെ ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ ഇതേപോലെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കണ്ടോ ഇതേപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് എന്നിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് കണ്ടോ അതിനെ ഒന്ന് ഇവിടെ ഒന്ന് ബലമാക്കി കൊടുക്കുന്ന രീതിയിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കോരി എടുത്തിട്ട് നമുക്കവിടെ കെട്ടിടാവുന്നതാണ്. കണ്ടോ ഇതേപോലെ ഇങ്ങനെ കെട്ടിടാവുന്നതാണ്. ഇനി ബാക്കിലായിട്ട് വെച്ച് കെട്ടിടണമെങ്കിൽ കെട്ടിട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണേ ബാക്കിൽ ഇതേപോലെ കണ്ടോ ബാക്കിൽ ഇതേപോലെ ഇങ്ങനെ കെട്ടിട്ടിട്ട് കണ്ടോ ഉള്ളിലേക്ക് എവിടെയോട്ടേലും ഇങ്ങോട്ട് ഇറക്കിയിട്ട് നമുക്ക് ആ നൂലിനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മതി. കണ്ടോ ഇതിപ്പോൾ അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നു. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഇപ്പം ഈ ചെയ്ത പോലെ തന്നെ അടുത്തടുത്തായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്ലവറൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിനെയൊക്കെ നമുക്ക് ഇതുപോലുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് കുറേ മനോഹരമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർമെൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കണ്ടോ അതെ പ്ലീറ്റ്സ് ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. മൊത്തം 6 പ്ലീറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 3 എണ്ണം ബാക്കിൽ 3 എണ്ണം. അപ്പോൾ നമ്മളിതേ ബാക്കിൽ ഇതേപോലെ ഹുക്കും ലൂപ്പും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഇടാൻ പറ്റും. നമ്മൾ ഓരോ ഡ്രസ്സിലും നമ്മൾ ഓരോ രീതിയിലായിരിക്കും പഠിക്കുന്നത്. സിബ്ബൊക്കെ നമ്മളിനി മുന്നോട്ടേക്ക് വരുമ്പോൾ ഓരോ ഫ്രോക്കിൽ നമ്മൾ പഠിക്കും. ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഇതുപോലെ ലൂപ്പ് ഇതേപോലെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടുള്ളത്. അല്ലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഡ്രസ്സ് കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഒരു ഓപ്പൺ ഒക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു ഓപ്പൺ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊന്ന് മനോഹരമാക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫ്ലോറൽ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കയ്യിലുള്ള പോലെ ജസ്റ്റ് എന്തെങ്കിലും ബട്ടണോ ഷോ ബട്ടണോ കാര്യങ്ങളൊക്കെ ഒന്ന് അതിന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിലും കൂടുതലും മനോഹരമാകുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.